പൈൽസിനുള്ളതാ ഈ മരുന്നല്ലേ ഈ കാണുന്നില്ല. പിരിയാണ് എന്താ ഇത് ഇടം പിരിയാൻ, മറ്റേത് വലം പിരിയാൻ. എന്താ ഇതാണ് രക്താവും അല്ലേ കയ്യിൽ തൊട്ടലോ. അത് ശരി, അതാണ് രക്തക്കായ എന്ന് പറഞ്ഞത്. അങ്ങോട്ട് വീഴരുതേ. ഹലോ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. അട്ടപ്പാടിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉൾഭാഗത്ത് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ശരിക്കും നമ്മൾ വിചാരിക്കും പിന്നെ അട്ടപ്പാടി എന്ന് പറഞ്ഞ സൈലൻറ്റ് വാലിയും ഈ സഫാരി പാർക്കും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഏരിയയിൽ നമുക്ക് സന്ദർശിക്കാണ്ട്, ഒരുപാട് വിഭാഗങ്ങളായിട്ട് നമുക്ക് ശരിക്കും ഒരുപാട് കാണിക്കാനുണ്ട്. പിന്നെ അതിൽ മഴമേഘക്കാടുകൾ, ഇലപ്പൊഴിയും കാടുകൾ, കുറ്റിക്കാടുകൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഹൈറ്റിലേക്ക് പോകാൻ ഏകദേശം 1.5 കിലോമീറ്റർ മേലോട്ട് പോയ സാരംഗ് മല ഉണ്ട്. അപ്പോൾ ഒരു സാരംഗ് സാറുണ്ട്. കാരണം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ റിസൈൻ ചെയ്ത് ഫോറസ്റ്റിൽ ജീവിക്കുന്ന ഒരാളുണ്ട്. അവരെ ഏരിയ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ എന്തായാലും കൂടെ ഞങ്ങളെ ഫോളോ ചെയ്യണം. ഓക്കെ, കൂടെ ബൈജു ഉണ്ട് നമ്മുടെ കൂടെ ഫോളോ ചെയ്യാൻ. ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര പോകാം. ഓക്കെ, അവിടെ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു ഒരു ആൽമരത്തിൻ്റെ, വാഗമരത്തിനെ ചുറ്റിയിട്ട് ആൽമരം മറ്റേനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം കുറച്ചും കൂടെ ജീവനേ ഉള്ളൂ വാഗമരത്തിന് അല്ലേ. അപ്പോൾ ഓക്കെ, അങ്ങക്ക് പോകേണ്ട വഴി ഇതാണ്. നമുക്ക് ഇതിലൂടെ പോവാ. ഈ വഴിയാണ്. ഈ വഴി ഇങ്ങനെ കയറിയിട്ട് പോകണം. കാടാണ്, ഫുള്ള് കാടാണ്. ഇവിടെ എന്താ ഒരു വീട് കാണുന്നത്? ഓരോ വീടാ. നമുക്ക് എങ്ങോട്ടാ മേലെങ്ങനെ? ഇങ്ങോട്ടില്ലേ? ആ, നല്ല ഐറ്റാണ്. ഇതെന്താ സംഭവം? ചോരക്കായ. ആ, പോയിട്ട് വന്നേ. അതെ, ഇതെന്താ രക്താവും അല്ലേ കയ്യിൽ തൊട്ടലോ. അത് ശരി, അതാണ് രക്തക്കായ എന്ന് പറഞ്ഞത്. ചെറിയൊരു നേരത്ത് നമുക്ക് കിട്ടിയ ഇവിടെ പശുവിനൊക്കെ കെട്ടാലോ? ശരിക്കും പശുവിനെ കിട്ടും. പക്ഷേ ഇത് കൃഷിയുള്ള ഒന്നുകൊണ്ട് എല്ലാം ഇതുണ്ടോ, കുരുമുളക് സാധനങ്ങളെല്ലാം. കാലിന് സുഖമില്ല അല്ലേ? കാല് റെഡി ആയില്ല. അതെ, 32 സ്റ്റിച്ചാത്. വട്ടം കട്ടായതല്ലേ മറ്റേ. ശ്രദ്ധിച്ച് കാരണേ. അപ്പോൾ താഴെ കണ്ട ആളുടെ പറമ്പാണ്. കാപ്പിയാണ് അല്ലേ? കാപ്പിയാണ് കാണുന്നത്. കുരുമുളക്, കാപ്പി. എത്ര ഏക്കറുണ്ട് അവർക്ക്? ഇത് 2 ഏക്കർ. 2 ഏക്കർ അല്ലേ? താഴെ വീട്, നമ്മൾ വന്ന വീടാണ് കാണുന്നത്. നമ്മൾ പോകുന്ന വഴിക്കാണല്ലേ സാധാരണമാതിരി പക്ഷികൾ വിത്ത് കൊണ്ടുപോയി ഉണ്ടാക്കുന്നത് അല്ലേ? കരിവേപ്പില, എല്ലായിടത്തും കരിവേപ്പില ഉണ്ട്. പിന്നെന്തൊക്കെയാണുള്ളത്? അതെന്താ ഉപയോഗം? കഴിഞ്ഞാൽ വിടൂല. അത് ശരി. ആ, മുള്ള് ഭയങ്കര മുള്ളുള്ള അല്ലേ? കൊളുത്തി പിടിക്കും. എങ്ങനെ കയറി പോണല്ലേ കുറച്ച്. തൃപ്പല്ല എന്നാ പേര്. ഇതാ തൃപ്പല്ലയിൽ ചേർന്നയാണ്. ഒരു വെറ്റില കുരുമുളകിന്റെ ഇല പോലെ ഉണ്ടല്ലേ? വാദക്കൊടിയാണ്. വാദക്കൊടി. വാദത്തിനുള്ളതാ? ഏതാണ്? ഏതാ? ആ ഇല വൈറ്റ് കാണുന്നത്. ആ, എടംപിരിയൻ വലംപിരിയൻ. അതായത് എടംപിരിയൻ കൊടുത്ത് നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ അപ്പം തന്നെ വലംപിരിയൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിഷം പോകും. അത് ശരി. കാന്താരി വെറുതെ മുളച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലായിടത്തും കാന്താരി മുളകും ഉണ്ട്, കരിവേപ്പിലുണ്ട്. അത് കാന്താരി മുളകൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ ഒരുപാട് പ്രയാസം. അതുണ്ടോ? ഇതൊക്കെ എങ്ങനെ വളരുന്നതാണ്? പക്ഷികളുണ്ട്. ഇനി എങ്ങോട്ടാ നമുക്ക് കയറേണ്ട? അപ്പാത്തുക്കാ പോണം. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? തുടങ്ങുന്നു. ഇനിയാണ് മല കയറാൻ തുടങ്ങുന്നത്. എത്ര മീറ്ററാ ശരിക്കും? 100 മീറ്റർ ഉള്ളൂ? 100 മീറ്റർ. 100 മീറ്റർ ഒരു കണക്കിന് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഉരുൾപൊട്ടിയ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാ മലന്റെ കീഴിൽ ഇവിടെയൊക്കെ കാണാം നമുക്ക്. ഉരുൾപൊട്ടി പോയത് അതൊക്കെ പല വീടുകളും. വലിയ ചാലായിട്ടല്ലേ? കല്ല് വന്ന് കിടക്കുന്നുണ്ടല്ലോ. എത്ര വർഷം മുമ്പ്? അത് 11 വർഷം മുമ്പ്. ഇതാ കണ്ടില്ലേ? 2000 കാണുന്നത്. 11 വർഷം മുമ്പ് അല്ലേ? 16 വർഷം. ആ സമയത്ത് പിന്നെ വീടുകളൊക്കെ ഒഴിഞ്ഞു പോയത് അവിടുന്ന്? ഓടി രക്ഷപ്പെട്ടു അല്ലേ? ഞങ്ങൾ കുറച്ച് പേര് മാത്രം അവിടെ നിന്ന്. ഞങ്ങള് പാർട്ടി ബേസിൽ വേറെ കോൺഗ്രസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം വീട് സ്ഥലമൊന്നുമില്ല. അത് ശരി. കമ്മ്യൂണിസ്റ്റുകാരല്ലായിരുന്നോ?
സാരംഗ് മല എന്നല്ല അറിയപ്പെടുന്നത്. എന്താ അതിന് കാരണം? സാരംഗ് സ്റ്റോപ്പ്, സാരംഗ് മല. ഇവരെ പേരാ ഈ സാറിന്റെ പേര്? സാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് സാർ ഒരു പ്രകൃതി സ്നേഹിയാണ്, നാച്ചുറലായിട്ട് ജീവിക്കുന്ന ആളാണ്. ശരി. പുള്ളീനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് നാട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പഠിക്കും. അവളെ ജീവിത രീതി പഠിക്കാൻ. ശരി. അവനെ ഭയങ്കര എഡ്യൂക്കേഷനുള്ള ഒരു സാറാണ്. പൈൽസിനുള്ളതാ ഈ മരുന്നല്ലേ ഈ കാണുന്നില്ല? ഇതൊക്കെ വൈദ്യന്മാര് പിന്നെ ആദിവാസികൾക്ക് അറിയാം ഇവിടുത്തെ മരുന്നുകൾ എവിടെ കിട്ടും. അതാണ് ഒരു കാട്ടിലേക്ക് ഇറങ്ങി മരുന്നുകൾ ശേഖരിക്കുന്നത്. ഇതാന്ന് പറഞ്ഞ സാധനം എന്തേലും ഈ പേര്? എടംപിരിയൻ വലംപിരിയൻ. ഇതാണ് സാധനം അല്ലേ? അതിന്റെ കായകളുണ്ടാവും, വലുതുണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ട്. രണ്ടു മൂന്നെണ്ണം പെറുക്കിട്ട് വാ. ഇതെന്താ സംഭവം? എന്താ ഇത്? ചടച്ചിപ്പഴം. ചടച്ചിപ്പഴം. അത് കായുണ്ട്, കവർപ്പായിരിക്കും. ചടച്ചിപ്പഴം എന്നാണ് ഇതിന്റെ പേര്. എന്തിനാ ഉപയോഗിക്കുക? ഇത് നമ്മളിപ്പോ ഇങ്ങനെ ചുമ്മാ തിന്നാൻ ഉപയോഗിക്കാം. ക്ഷീണവും ദാഹവും വന്ന് നമ്മൾ വേഗം കതച്ചു കഴിഞ്ഞാലേ ഇതെടുത്ത് നിന്ന് കഴിഞ്ഞാൽ കതപ്പെല്ലാം ചവടയിൽ നിന്ന് മാറും. പാടക്കിഴങ്ങെന്ന് പറയും സാധനം. പാടക്കിഴങ്ങ ഔഷധ പുഴുങ്ങി തിന്നാൻ കൊള്ളുന്നതാണ്, മരുന്നാണ് ഇത്. നമുക്ക് വയറിളക്കം വന്നെന്ന് വെച്ചോ, ഇതിന്റെ വള്ളി പറിച്ച് 3 വള്ളി എടുത്ത് അരയെ കെട്ടിയിട്ട് ഞാൻ 10 മിനിറ്റിൽ വയറിളക്കം പോകും. ശരി. അങ്ങനത്തെ ചികിത്സ ഉണ്ടല്ലേ? പിന്നെ ഭയങ്കര പവറുള്ള സാധനമാണ്. പൂവ് അത് രക്തപ്പഴം. രക്തപ്പഴം എന്നാ പേര്. ചെറിയ ചുമന്ന മുത്തുമുത്ത് പോലത്തെ കൊണ്ട് കുപ്പമേനി തന്നെ. എന്താ കായകളുണ്ടല്ലോ ഇതിന്റെ മേലെ. അപ്പൊ എന്ന് വെച്ചാൽ വേസ്റ്റ് ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പോകാനും നമ്മുടെ ചൊറിച്ചിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇട്ട് അതുകൂടെ നല്ലോണം അരച്ച് അതിന്റെ തൈലം എടുത്തിട്ട് അത് നീരെടുത്തിട്ട് നമ്മുടെ ശരീരം മൊത്തം പൂശി കുളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോകും. ക്വാളിറ്റി ഉള്ള സാധനമാണ് കുപ്പമേനി. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ അട്ടപ്പാടി ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചു തന്നിരുന്നു. എന്ന് വെച്ചാൽ അത് വലിയ മരമായിരുന്നു, വിശദമായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇതുണ്ടോ ആൽമരം? ഇവിടെ പക്ഷികളൊക്കെ വേണ്ടി വിത്ത് കൊണ്ടുപോയിട്ട് എത്തിക്കണ്ണി പോലെ അവിടുന്നാ അതിൻ്റെ വള്ളി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ തേക്കിൽ, ഇത് തേക്കാണ്, തേക്കിനെ പിടിച്ചിട്ട് ഇതുണ്ടോ അവിടെ ഇങ്ങനെ വളർന്ന് വരും. അത് വരുന്നത് ഏകദേശം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി ഇത് ക്രമേണ ഈ തേക്കിന് ഉണക്കുക ചെയ്യുക. തേക്കിന് ഉണക്കിയിട്ട് ഇത് ഇവിടെ മരമായിട്ട് മാറും. അതാണ് ഞാൻ കാണിക്കാം കേട്ടോ. ഇങ്ങനെ വന്നതാ, ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇനി ക്രമേണ തേക്ക് അങ്ങോട്ട് ഉണങ്ങുക ചെയ്യുക അല്ലേ? നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. പക്ഷെ ഇവിടുന്ന് താഴോട്ടേ കാണാൻ പറ്റില്ല, അത്രയും ഡീപ്പ് മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. അതുകൊണ്ട് താഴോട്ട് കാണാനേ പറ്റും. ഒരുപാട് ഹൈറ്റിൽ നമ്മൾ പോകുന്നു ഇല്ലേ? ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോകുന്നതല്ലേ ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് മേലോട്ട് ഇതിലൂടെ കയറണ്ടല്ലേ? കാട്ടുവഴിയല്ലേ? ഇതിലെങ്ങനെ പോകുക അങ്ങോട്ടേക്ക്. ഇവിടെ പാറൊക്കെ കാണുന്നുണ്ട്. ഉരുള് പൊട്ടുന്നതിന് മുമ്പേ നമ്മുടെ ഈ വലിയ മരങ്ങളില്ലേ, ഈ മരം ഇപ്പൊ ഈ കാറ്റിലാടുന്നില്ല സലീം. ഇതാണ് ഡേഞ്ചർ. ഇതിങ്ങനെ ആടി ഈ വേര് ആടിയിട്ട് ഈ കല്ലിന്റെ അവിടെ ഇങ്ങനെ വിട്ടു നിൽക്കും. ഇതിന്റെ ഉള്ളിൽ കൂടെ മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ചീയും. ഇതിന്റെ ഉള്ളിൽ കൂടെ ചളി ചീഞ്ഞ് കഴിയുമ്പോ ഇത് ഉടഞ്ഞു വരുന്നതിന് മുമ്പ് 1-2 പ്രാവശ്യം നമുക്ക് സിഗ്നൽ കിട്ടും, സ്മെല്ല് വരും. അതുകൊണ്ട് ഞങ്ങൾ മഴ പെയ്യുന്ന ടൈമിൽ ഞങ്ങൾ ഉറങ്ങാറില്ല, കാത്തിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ചളീന്റെ സ്മെല്ല് പോകണോ പിന്നെ? അത് മാർക്ക് ആ ചളീന്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കൂല, ഓടും, ഇറങ്ങി ഓടൂല്ലേ. മക്കളെയും പിള്ളേരെ എടുത്തോണ്ട് ഓടി എവിടെയെങ്കിലും രക്ഷപ്പെടുക. ലാസ്റ്റ് വന്നപ്പോൾ നീ ഉണ്ടായിരുന്നു. അന്നാണ് നമ്മുടെ ഓട്ടോ എല്ലാം പോയത്. ഓട്ടോന്റെ ഉള്ളില് വലിയൊരു ഓട്ടോറിക്ഷ ഒക്കെ പോയില്ലേ? 2 ഓട്ടോ പോയി. ഓരോ ഓട്ടോ പിന്നെ ഞങ്ങളെ ചെളി കലങ്ങിയപ്പോ തന്നെ എടുത്തോണ്ട് ഓടി, പിള്ളേരെ എല്ലാരും എടുത്തോണ്ട്. ജീപ്പും കൊണ്ടുപോയി. ഈ മരം ഇങ്ങനെ ഇവിടെ ചായന്ന് നിൽക്കാണ്. അടുത്ത മഴയ്ക്ക് ഫുള്ള് പോരുന്നാ പറയുന്നത്. അതുപോലെ അവിടെ ഒരു പാറ അടിഭാഗത്ത് കാണാൻ പ്രയാസമാണ്. അവിടെ അല്ലേ ഇതിങ്ങനെ മണ്ണിലിങ്ങനെ സൈഡായി നിൽക്കാണ്. ഇമ്മീഡിയറ്റ് പൊളിഞ്ഞു നിൽക്കാണ്. എങ്ങനെ ഇത് രണ്ട് ദശക്കാണ് തിരിക്കല്. അല്ല, ഇത് ഒരേ ദശ. ഇപ്പൊ വടം പിരിയൻ എന്ന് പറയുന്ന ഈ പിരിച്ചിലുള്ളതുകൊണ്ടാണ് അതിനെ പിരിയാണ്. എന്താ ഇത് ഇടം പിരിയൻ. ഇനി മറ്റേത് വലം പിരിയൻ. ഇതാണ് വലം പിരിയൻ. അത് ശരി. രണ്ട് ദിശയാണ്. 2 ദിശയിലേക്കാണ് തിരിയുന്നത്.
ഓക്കെ ഓക്കെ ഇത് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഇത് ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് തിരിഞ്ഞ് പേര് അങ്ങനെ വന്നു അല്ലേ? ഇത് മരുന്നും എതിർമരുന്നും ഇത് തന്നെ. അത് ശരി. ഇതൊന്ന് കൊടുത്ത് വിഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊടുത്തു കഴിഞ്ഞാൽ വിഷം മാറും. ആണ് ഇടം പിരിയൻ വലം പിരിയൻ. ഓക്കെ ഓക്കെ. ഒറ്റ മരത്തിൽ തന്നെ മരുന്നും എതിർമരുന്നും. എന്താണ് കാട്ടു തുളസി. സാധനം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മണമടിക്കും. ആണല്ലേ? ശരിക്കും എത്ര തരം പിന്നെ ഔഷധ ചെടികളുള്ളത് അല്ലേ? അതെ. ഇത് കാട്ടുതുളസി. ശരിക്കും ഈ അട്ടപ്പാടി എന്ന് പറയുന്ന മലകൾ നിറയെ അല്ലേ ഔഷധ ചെടികളാണ് ഏറ്റവും കൂടുതൽ. ആദിവാസികൾ ശരിക്കും കാട്ടിൽ പോയി ഡെയിലി പെറുക്കുന്നുണ്ടോ? പറിച്ചു കൊടുക്കുന്നവർ ഇവിടെ അതിന്റെ തന്നെ ഒരു വർക്കേഴ്സ് ഉണ്ട്. ഇതെന്താ? ഇത് അതേ സാധനമാണ്. വെറുതെ കാട്ടുതുളസി അല്ലേ? അതിന്റെ ഇടയ്ക്ക് ഇതില്ലേ ഇപ്പുറത്ത് തുളസിന്റെ ഇത് സാധാരണ ഓട അല്ലേ? അത് മുള പുറമുള എന്ന് പറയും. ഈ കൊട്ട നെയ്യുന്ന അതാണല്ലേ? ഇതൊക്കെ പണ്ട് സ്ഥിരം നാട്ടിൽ കാണലുണ്ട്. ഇപ്പൊ ഇതൊന്നും കാണാനേ കിട്ടുന്നില്ല. അതെ. ഇത് പറിച്ചു തിന്നല്ലോ അല്ലേ? പഴുത്ത് കഴിഞ്ഞാൽ പറിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മളിവിടെ ലോങ്ങിൽ കാണുന്നേ ലോങ് കാണുന്ന മഞ്ഞ് മൂടിക്കുന്ന അത് അതിന്റെ തൊട്ടപ്പുറത്ത് കോയമ്പത്തൂർ. ആ മലേന്റെ അപ്പുറത്തെ ചെരുവ് കോയമ്പത്തൂരിന്റെ സൈഡും ഇപ്പുറത്തെ സൈഡും കേരളമാണ് വരുന്നത് അല്ലേ? ഈ സാറിന്റെ സ്ഥലമാണ് ഇവിടെ നിന്ന്. അവിടെ ആ വേദി കാണുന്നുണ്ട്. ഈ സാരംഗ് സാറിന്റെ ഇതിപ്പോ ഇവിടെ വീടൊക്കെ കാണുന്നുണ്ടല്ലേ? ഇത് ഉരുൾപൊട്ടൽ പോയതാണ്. നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അറളി ഗ്രാമപഞ്ചായത്ത് നോക്കെ 2014. ആരുമില്ല, ഒഴിവാക്കി പോയതാ. ഈ മഴ വന്ന പോയതാ ഉരുൾപൊട്ടൽ. മേലിലേക്ക് താമസം മാറി. അങ്ങനെ ഷെഡ് ഇതൊക്കെ ഉണ്ടല്ലേ? വീടിന്റെ പകുതി പോയി. EMS ഭവന നിർമ്മാണ കെട്ടിട നമ്പർ അല്ലേ? ഓക്കെ. ഇവിടെ നല്ല മുളകുണ്ട്. നീ ഫിറ്റ് ചെയ്ത ഡിഷൊക്കെ? എനിക്ക് നമ്മുടെ ഡിഷിന്റെ പരിപാടി ഉണ്ട് പണ്ട്. ഇപ്പം ഇല്ല അല്ലേ? ശരി. അപ്പൊ ഡിഷ് ഇല്ലല്ലോ. ഇനിയിപ്പോ മൊത്തത്തിൽ കേബിളും നിൽക്കും. കാട്ടുപാവല് കയറുന്നുണ്ടോ? കാട്ടുപാവല് പാവയ്ക്കുണ്ടോന്ന് നോക്കാം. ചെറിയ പാവയ്ക്കാണ്. ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് പാവയ്ക്കല്ലേ? ഈ പാവയ്ക്ക പച്ചക്ക് തിന്നുവേ. എനിക്കറിയാം, പണ്ട് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. കാട്ടുപാവൽ എന്ന് പറയും. ഇതില് പൂ വെക്കുന്നേ ഉള്ളൂ, തട്ടി കളയണ്ട. ഇപ്പൊ നമ്മൾ കേറിയിട്ട് സത്യത്തിൽ ഇത് നീ പറഞ്ഞ 100 മീറ്റർ അല്ലുള്ളത്. സ്ട്രെയിറ്റ് ആകുമ്പോ 100, വളഞ്ഞ് വരുമ്പോഴേ ഒരു 1/2 കിലോമീറ്റർ ജാസ്തിയായി. ഇവിടെ എന്തായാലും ഞങ്ങൾ നടന്ന് അവസാനം ഇവിടെ ഒരു ചെറിയ മഡ് റോഡുണ്ട്. ഇവിടെ എത്തിണ്ട്. ഇവിടെ അങ്ങോട്ടാണ് സാരംഗ് സാറിന്റെ വീട് പോകുന്നത് അല്ലേ? അങ്ങനല്ലേ? ഇത് നമ്മുടെ വീടിന്റെ ഷോർട്ട് കട്ട് കയറിയത്. ഷോർട്ട് കട്ട് കയറിയത്. ശരിക്കും ഇതിലെ ജീപ്പൊക്കെ വരാൻ മതി അപ്പുറത്തൂടെ. ഇതില് വേറെ വഴിയുണ്ട്. കൂളിക്കട പോയിട്ട് വേറെ റൂട്ട് നമുക്ക് കയറി വരുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളാണ് കാട് വെട്ടിയതും കളിച്ചതും മുള നട്ടതും. സീമക്കൊന്നല്ല, ഫുള്ള് സീമക്കൊന്ന വേലിപ്പത്തലാണ്. അവിടെ ഒരു വീട്. ആരെ വീടാ അത്? രാമൻ ചേട്ടൻ്റെ. അത് വേറെ ആളാ? ഇത് സാരംഗ് സാറിന്റെ ആണ്. ഇവിടെ മുതൽ സ്കൂട്ടറൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൂ പണ്ടത്തെ. ചേത്തക്ക LML വെസ്പ എക്സിബിറ്റ് ചെയ്ത് തന്നെ ഇതാ. പിന്നെന്തൊക്കെയുള്ളത്? കാട് തനിയെ വളരുകയാണ്. ഇത് എന്തോ എക്സിബിഷനൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഒക്കെ പോയി മഴ ഇതെല്ലാം പോയിട്ടുണ്ട്. കാട് എത്രയോ വളർന്നിരിക്കുന്നു. കുറവേയും തിരിച്ചു വന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജലസമൃദ്ധമായ സാരംഗ്. ഊഞ്ഞാലുകൾ, ചെറിയൊരു മിനി പാർക്ക് ഉണ്ടാക്കിയതല്ലേ? ഇവിടെ സീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഒരു പാർക്ക് ഉണ്ടാക്കിയതിന് പക്ഷെ ഇതായിപ്പോയി. ഇതെന്താ ഈ ചെടി? ആനക്കത്താള എന്ന് പറയുന്നത്. ആനക്കത്താള എന്താ സംഭവം? ഇത് ഒരു കത്താള ചെടിയാണ്. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ആണല്ലേ?
സാധനം കിട്ടാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് അല്ലേ? ആ മലയല്ലേ ഒരു പന പോലുള്ള സാധനം. അതെ അതെ, പനവല്ലേ ആ മല മേഘങ്ങളിലാണ്. ആ മേഘങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്താണ് കോയമ്പത്തൂർ. അവിടെ വരുന്നു. അത് കോയമ്പത്തൂർ. അതോ അവിടെ ഒരു സ്പോട്ട് കാണുന്നതാ? അതാണ് മുനിരാംപാറ. മുനിപ്പാറ അല്ലേ? മുനിരാംപാറ പറഞ്ഞില്ല, മുനി വന്ന് ഇവിടെ ഇതാണ് രാമചേട്ടനെ ഞാൻ പറഞ്ഞില്ലേ. ഒരില്ല അവിടെ തുറക്കല്ലേ? കുറച്ച് വെള്ളം കുടിക്കുക, വെള്ളം എടുക്കാൻ മറന്നു. ഇതിപ്പോ ആരാ, എന്താ വരെ പേര്? അവരെ അല്ല, വെള്ളം എടുക്കാൻ മറന്നു ഞങ്ങള്. നിങ്ങള് പരിചയക്കാരാ? പിന്നെ നമ്മളല്ല ഒറ്റ നാട്ടുകാര്. നമ്മൾ പരച്ചക്കറല്ലേ? ഇവിടെ ആരൊക്കെയാ താമസിക്കുന്നത് നിങ്ങളെ വീട്ടില്? ഇത് നമ്മുടെ ഇത് തറവാടാ? തറവാടാ അത്. ഇത് അപ്പം വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇത്ര ഇവിടുന്ന് വെള്ളം വരുന്നതെന്ന് ചോദിച്ചപ്പം പുഴ അല്ലേ, താഴെയുള്ള പുഴ. നമ്മൾ നേരത്തെ കുളിക്കാൻ പോയപ്പോഴേ ഏകദേശം 600-700 മീറ്റർ ദൂരത്തേക്ക് നിങ്ങൾ പമ്പ്, വലിയ ഹെവി പമ്പ് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ കോളനി പോലെ എല്ലാവരും അടിക്കുകയാണ്, ഒരു വീട്ടുകാർ മാത്രം അടിക്കുക അങ്ങനെ എല്ലാവർക്കും കൂടെ? അപ്പൊ ഇതിന്റെ വലിയ ടാങ്ക് എവിടെ വെച്ച്? അപ്പുറത്തെ ടാങ്ക് ഉണ്ടല്ലേ? അപ്പൊ അടിച്ചിട്ട് കയറ്റല്ലേ? അവരിപ്പോ അത് പബ്ലിക്കാണ്, ഗവൺമെന്റിന്റെ. അമ്മിക്കല്ലേ? അമ്മിക്കല്ലല്ല, ഒരു കല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തൽക്കാലം അങ്ങനെ കൊത്തി ഉണ്ടാക്കിയൊന്നല്ല. പുഴയിൽ നിർത്തോണ്ട് വരുന്നതാണ്. മഞ്ഞള് എല്ലാം അടിക്കുക. പച്ചമരുന്നുകളല്ല ഇതിലാണ് പരിപാടി. കാരണം ഇക്കാലത്ത് അതൊന്നും എവിടെയും കണ്ടില്ല ഞാൻ. അതെല്ലാം അപൂർവങ്ങളാണ്. ഇതുപോലെയുള്ള കാരണന്മാര് വേണം നമുക്ക്. അതാ ഞാൻ പറഞ്ഞ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത്. ഇവരെല്ലാം ഉണ്ടായാലേ അതെല്ലാം കിട്ടുള്ളൂ. അപ്പൊ ചേട്ടാ കാണാം, ബൈ. ശരി, ഞങ്ങൾ പതുക്കെ പോയിട്ട് വരാം. ഇതെന്താ ഈ കൃഷി? ഇതെന്താ ഇഞ്ചി? ഇതെന്താ? ചോളം. ചോളം അല്ലേ? ചോളം എക്സ്റ്റൻഷനൊന്നും നമുക്കില്ല. ഇനിയിപ്പോ നമ്മളെങ്ങോട്ടാ നെക്സ്റ്റ് പോണ്ടി? നമ്മളാണ്ട് ഇതിന്റെ മേളിൽ ഒരു അമ്പലമുണ്ട്. അമ്പലമുണ്ട്, പിന്നെ ഒരു ഊരില്ലേ? ഊരാണിത്, ഊരിന്റെ ഭാഗമാണ് കാണുന്നത്. അപ്പൊ വേറെ വീടുകൾ അപ്പുറപ്പുറം. അതെ, അങ്ങനെ കൂട്ടത്തോടുള്ള ഊര് അവിടെ ഉള്ള പോലെ ഊരല്ല ഇത്. ഇത് ഓരോ ദൂര സ്ഥലങ്ങളല്ലേ? അതുണ്ടോ വെള്ളച്ചാട്ടം വരുന്നത്? വെള്ളച്ചാട്ടം കാണുന്നുണ്ടല്ലോ. 1, 2, 3 എണ്ണമാണ്. 3 വെള്ളച്ചാട്ടം. ഇവിടെ ഉണ്ട് കുട്ടനാട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വേറെ ഒരു സാധനം. റേക്കുട്ടി എല്ലാം പോയാ ഇവിടെ നിങ്ങളെ ചേച്ചി, ഇവിടെ എത്ര വീടുകൾ നിങ്ങളെ കോളനിയില്? ഈ കോളനി എത്ര ഉണ്ട്? ഈ 2 വീട് മോളിത്തെ, പിന്നെ കോയപ്പിച്ചേട്ടന്റെ ഒരു അപ്പൊ 1, 2, 3, 4, 5, 10 വീട് അല്ലേ? 6 വീട്, 7 വീട്. പിന്നെ ഈ കോളനിക്ക് എന്താ പേര്? പയറ. കണ്ട കുന്നങ്ങ് താഴെയാണ്. അതെ അതെ. ഇതിപ്പോ ഒരു മലന്റെ ഹൈറ്റിലാണ് നമ്മളുള്ളത്. ആ കാണുന്ന വേറെ മലകൾ, അതാ അവിടെ ഇതുണ്ട് വിൻഡ് ഫാംസ്. അതാ കാറ്റാടി യന്ത്രങ്ങളില്ലേ ഇഷ്ടം. അതേ സ്ഥലം കാറ്റാടി ഉള്ളത് അവിടെ. കാറ്റാടി നല്ല സിങ്ക. തമിഴാ? തമിഴല്ല, അവിടെ അട്ടപ്പാടി തന്നെയാ. പിന്നെ എല്ലാവർക്കും ആടുകളുണ്ടല്ലേ അവിടെ? നമ്മുടെ ജീവിത മാർഗങ്ങൾ അല്ലേ? ഇതെന്താ ചെടി? ഇത് ചെടി എന്താ പേര്? വേങ്ങ മരം അല്ലേ? എന്താ റെസ്റ്റിലാ? പശു ഒരു പശു ഉള്ളൂ? ശരി. വേറെ പശു ഉണ്ട്? ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിപ്പോ ആ ഭാഗം ഏതാണ്? ആ ഭാഗം കാണുന്നത് അത് ഗൂളിക്കട വാഗളി. ആ ഗൂളിക്കട വാഗളിയില്ലേ? നമ്മൾ ഈ കാണുന്ന ഇതാണ് പുൽത്തൈൽ ഉണ്ടാക്കുന്ന അല്ലേ? പുല്ലല്ലേ? പുല്ല് നിറയെ അങ്ങനെ കാട്ടിലുണ്ടാവുന്നതാണ്. ഇത് പറിക്കില്ലേ ആൾക്കാര്? ഇത് ഇപ്പോഴൊന്നും ഇല്ല, പണ്ടല്ല. ഇതൊന്ന് തൈലം പാട്ടിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം. കുറെ നടന്ന് സത്യത്തിൽ ഒരു 1.5 കിലോമീറ്റർ നടന്നുപോയി. അവിടെ വന്നിട്ടാണ്
അവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട്. എന്താ സ്ഥലപ്പേര് പറഞ്ഞേ? നല്ല ചിങ്ക. നല്ല ചിങ്ക. അപ്പോൾ ഇത് നമ്മുടെ ഇതിൽപ്പെട്ടാണ് മണ്ണാർക്കാട് പാലക്കാട് അട്ടപ്പാടി. അട്ടപ്പാടിപ്പെട്ടതാണ്. അവിടുന്ന് ആനകെട്ടി വരെ അട്ടപ്പാടിയാണ്. പിന്നെ ഇങ്ങനെ പോകുന്ന ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ മുനി വീഴാമല, ഇതല്ലേ? അങ്ങോട്ട് വീഴരുതേ. അല്ലേ? ഓ, കാറ്റടിച്ചിട്ട് ആള് വീഴുന്ന കാറ്റാ. അവിടെ തെറ്റിയാൽ താഴെ ഉണ്ടാവും. ഇവിടുന്ന് ഉരുളുപൊട്ടി വന്നതാണ്. നല്ല ഡീപ്പാ. അതാണ് അമ്പലം. അമ്പലം അല്ലേ? അങ്ങോട്ടേക്ക് പോവാം. പോയി കഴിഞ്ഞാൽ അങ്ങ് റോഡിൽ ചെല്ലും. അപ്പോൾ ഞങ്ങൾ ഈ മലേൻ്റെ മുകളിൽ വന്നിട്ട് ഈ അമ്പലം കാണാനാണ് വന്നത്. ഇതാണ് വനഭദ്രകാളി അല്ലേ? വനഭദ്രകാളി അമ്പലമാണ്. പിന്നെ ചെറിയ പ്രതിഷ്ഠയൊക്കെ ഉള്ളൂ, കാര്യമായിട്ടൊന്നും വലിയ സ്ട്രക്ചറൊന്നും ഉണ്ടാക്കിയില്ല. ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. ചെറിയ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇതാ വനഭദ്രകാളീൻ്റെ ശില്പങ്ങൾ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല, കുറേ കല്ലുകളൊക്കെ വെച്ച്. ഇതാണ് ഇവിടുത്തെ ആദിവാസികളുടെ ഊരിലെ അമ്പലമാണ്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഷെഡ് പോലെ ഉണ്ടാക്കിയതാണ്, കാര്യമായിട്ടൊന്നും സ്ട്രക്ചറൊന്നും പണിതിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ബാക്ക്ഗ്രൗണ്ട് നോക്കിയതാ അട്ടപ്പാടീൻ്റെ ഫുള്ള് വ്യൂ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഫുള്ള് വ്യൂ ഈ കാണുന്നതാണ് അട്ടപ്പാടീൻ്റെ വ്യൂ. നമ്മുടെ വീട്ടിൽ വന്നില്ലേ വീടാണ് ഈ കാണുന്നത്. എവിടെ? മറ്റേ അയാള് പ്രഭന്റെ വീട്. പ്രഭകുമാരൻ ഈ കാണുന്നത് ഈ തേക്കിന്റെ ഇടയ്ക്ക് ഇവിടെ കാണും ഒരു ചെറിയ മാർക്കൊക്കെ. ഇത് അതിന്റെ താഴേക്ക് അങ്ങനെ വഴിയാണ്. അപ്പം ഞങ്ങൾ ഈ നിൽക്കുന്നതാണ് സാരംഗി മല എന്ന് പറയുന്നതാണ്. ഈ ഹൈറ്റ് അമ്പലമൊക്കെ നമ്മൾ കാണിച്ചത് ഈ സാരംഗി മല എന്ന് വെച്ചാൽ അത് രണ്ട് വശത്തിന് സെൻറ്ററിലുള്ളത്. എന്ന് വെച്ചാൽ അപ്പുറത്ത് കാണുന്നത് അങ്ങോട്ട് പോയി കണ്ടാൽ സൈലൻറ്റ് വാലി, ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്താ പറയുക എലാപ്പുഴയും കാട്. എന്ന് വെച്ചാൽ സൈലൻറ്റ് വാലിയാണ് അറിയപ്പെടുന്നത് മഴക്കാടുകളായിട്ട്. മഴക്കാടുകളായി പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ ഇതൊക്കെ കാണുന്നതാണ് ഇലപ്പൊഴിയും കാടുകൾ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലേ ഇലപ്പൊഴിയും കാടുകളായി കാണുന്നത്. ഇത് അങ്ങോട്ടേക്ക് അല്ലേ ഈ മലേൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ കുറ്റിക്കാടുകളായിട്ട് വരുന്നത്. അങ്ങനെ 3 വിഭാഗമായിട്ടാണ് ഈ അട്ടപ്പാടി ടോട്ടൽ ഉള്ളത്. പിന്നെ അത് നീലഗിരി. പിന്നെ അങ്ങോട്ടേക്ക് പോയത് പിന്നെ കർണാടകയിലെ നീലഗിരി വന്ന് അങ്ങനെ അങ്ങോട്ട് അപ്പുറമല്ല അവിടെ അല്ലേ കോയമ്പത്തൂര്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ മേഘങ്ങൾ കാണുന്നില്ലേ അതിന്റെ ഓപ്പോസിറ്റ് കോയമ്പത്തൂരായി. വളരെ അടുത്ത ഡിസ്റ്റൻസിലാണ് ശരിക്കുള്ളത്. എന്തായാലും വലിയൊരു സംഭവം അവിടെ എത്തിപ്പെട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയത് വളരെ പിന്നെ മാത്രം വിൻഡ് ഫാംസ് കാണാം. വിൻഡ് ഫാംസ് ഒരുപാട് വിൻഡ് ഫാംസ്. അങ്ങോട്ട് എന്താ പറഞ്ഞേ പേര്? നല്ല സിംഗ എന്ന് പറഞ്ഞ വിൻഡ് ഫാം കാണുന്നുണ്ടോന്ന് അറിയില്ല. വിൻഡ് ഫാം അതാണ് ഷോളയൂർ അല്ലേ? ഓക്കെ.
പിന്നെ ഇതങ്ങോട്ട് മല്ലേശ്വരം മുടി, ആ മുടീന്റെ ഒരു അറ്റം മാത്രമേ കാണാനുള്ളൂ. അതാണ് ഇവിടുത്തെ ആരാധനാ ദൈവം. ആ മല, ആ മേഘങ്ങളുടെ കാണുന്ന ഒരു ചെറിയ കൊമ്പ് പോലെ കാണുന്നില്ല, മല്ലേശ്വരം മുടി. ഓക്കെ. അങ്ങനെ വലിയൊരു സംഭവമാണ്. നമ്മൾ ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട അട്ടപ്പാടിനെ കുറിച്ച്. നമ്മൾ കേൾക്കുന്ന വെറും അതാണ് ദേശീയ ഉത്സവം. അട്ടപ്പാടിന്റെ ആ അമ്പലത്തിലെ ദേശീയ ഉത്സവം. അവിടെയാണ് വിളക്ക് കാണുന്നത്. അവിടെയാണ് കാണുന്നത്. ആ മലേന്റെ മണ്ടയ്ക്കാണ് വിളക്ക് കാണുന്നത്. അപ്പോൾ ഞങ്ങളെന്താ ഉദ്ദേശിച്ച അട്ടപ്പാടി നമ്മൾ കേൾക്കുമ്പോഴേ ഏകദേശം സൈലന്റ് വാലി മാത്രമാണ് അട്ടപ്പാടി എന്ന് എല്ലാവരും വിചാരിക്കുക. സൈലന്റ് വാലി, അവിടുത്തെ സഫാരി പാർക്ക് ഇത് മാത്രം. പക്ഷെ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയകളിൽ 3 വിഭാഗം തന്നെ ആയില്ലേ. മഴക്കാടുകൾ, ഇലപ്പൊഴിയും കാട്, കുറ്റിക്കാടുകൾ എല്ലാം കൂടെ ആയിട്ടുള്ള അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ വിഭജിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ഏരിയകളുണ്ട്. ശരിക്കും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിക്കാന്നുള്ള ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം ഇനി മറ്റ് കുറേ ഭാഗങ്ങൾ കാണിക്കാണ്ട്. ഇവിടെ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണിക്കാണ്ട്, പിന്നെ ഒരുപാട് ഏരിയകളുണ്ട്, ഓരോ പ്രത്യേക ജീവിതങ്ങളുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എപ്പിസോഡ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു പറയും. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.